നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL GTയുടെ ആധിപത്യം തുടരുകയാണ്. KKRനെ കൊൽക്കത്തയിൽ പോയി തോൽപ്പിച്ചിരിക്കുന്നു. 39 റൺസിൻ്റെ വമ്പൻ വിജയമാണ് ഗുജറാത്ത് ടൈറ്റൻസ് നേടിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് നിശ്ചിത 20 ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 198 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 20 ഓവറിൽ 8 വിക്കറ്റിന് 159 എത്താൻ മാത്രമേ KKRന് കഴിഞ്ഞുള്ളൂ. ആദ്യം ബാറ്റ് ചെയ്ത GTക്കായിട്ട് സായി സുദർശൻ ഒരിക്കൽ കൂടി മികച്ച പ്രകടനം. അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി വന്നു. 36 പന്തിൽ നിന്ന് 52 റൺസ്. നായകൻ ശുഭ്മൻ ഗില്ല് 55 പന്തിൽ നിന്ന് 10 ഫോറും 3 സിക്സറും അടക്കം 163.64 സ്ട്രൈക്ക് റേറ്റിൽ 90 റൺസ് അടിച്ചു. ജോസ് ബട്ട്ലർ അദ്ദേഹത്തിൻ്റെ മികവ് തുടരുന്നു. 23 പന്തിൽ നിന്ന് 41 റൺസാണ് 8 ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം നേടിയത്. അങ്ങനെ നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 3 വിക്കറ്റിന് 198 എന്ന മികച്ച സ്കോർ അവർ സ്വന്തമാക്കി. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിലേ തിരിച്ചടിയേറ്റു KKRന്. റഹ്മാനുള്ള ഗുർബാസ് ഒറ്റ റൺസുമായിട്ട് മടങ്ങി. മറ്റൊരു ഓപ്പണർ സുനിൽ നരേൻ്റെ സംഭാവന 17 റൺസായിരുന്നു. വെങ്കിടേഷ് അയ്യർ 19 പന്തിൽ നിന്ന് 14 റൺസുമായിട്ട് മടങ്ങുന്നു. അജിങ്ക്യ രഹാനെ അർദ്ധ സെഞ്ചുറി നേടി. 36 പന്തിൽ 5 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 50 റൺസ് അടിച്ചു. മറ്റാരും മികവിലേക്ക് പോയി എന്ന് പറയാൻ കഴിയില്ല. റിങ്കു സിംഗ് 14 പന്തിൽ നിന്ന് 17 റൺസ്, റസൽ 15 പന്തിൽ നിന്ന് 21 റൺസ്, രമൺദീപ് 1 റൺസ്, മോയിൻ അലി ഡക്ക്, ഒടുവിൽ അങ്കരീഷ് രഘുവൻഷി 3 ഫോറും 1 സിക്സറൊക്കെ അടിച്ച് 27 റൺസിലേക്ക് റൺസ് എന്ന സ്കോർ നേടിയെങ്കിലും അവർക്കാകെ 159 റൺസിലേക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. മികച്ച ബൗളിംഗ് പ്രകടനമാണ് GTയുടെ ബൗളർമാർ നടത്തിയിട്ടുള്ള. എടുത്തു പറയേണ്ട പേരുകൾ: സായ് കിഷോർ 3 ഓവറിൽ ആകെ കൊടുത്ത് 19 റൺസ്, 1 വിക്കറ്റ് എടുത്തു. റാഷിദ് ഖാൻ 4 ഓവറിൽ 25 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. അതുപോലെ തന്നെ പ്രസിദ്ധ കൃഷ്ണ തൻ്റെ ഫോം തുടരുന്നു. 4 ഓവറിൽ 25 റൺസ്, അദ്ദേഹവും 2 വിക്കറ്റ് എടുത്തു. സിറാജ് 4 ഓവറിൽ 32 റൺസ് 1 വിക്കറ്റ് എടുത്തു. പിന്നെ വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ ഇഷാന്ത് ശർമ്മയും ഒക്കെ ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി മികച്ച പ്രകടനം, എല്ലാവരും ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ബൗളിംഗ് പ്രകടനം. അങ്ങനെ തകർപ്പൻ വിജയം, 39 റൺസിൻ്റെ വമ്പൻ വിജയം നേടിക്കൊണ്ട് IPL തങ്ങളുടെ ആധിപത്യം തുടരുകയാണ് GT. 8 കളികളിൽ നിന്ന് 6 വിജയം 2 തോൽവി, 12 പോയിന്റോടെ അവർ 1-ാം സ്ഥാനത്ത് കുതിക്കുമ്പോൾ KKRൻ്റെ കാര്യം ഒരല്പം കഷ്ടത്തിലാണ്. 8 കളികളിൽ നിന്ന് 6 പോയിന്റേ ഉള്ളൂ. അവരിപ്പോൾ 7-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.